ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് റിയാദിലുള്ള അൽ മുറബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസാണ് കേട്ടോ. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ബത്തേലാണ്. അപ്പോൾ നമ്മൾ പാലസ് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല കേട്ടോ, നമ്മൾ ഇതിനടുത്തുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ ഫുള്ളായതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്താണ് പാർക്ക് ചെയ്തത് വണ്ടി. അപ്പോൾ നമുക്കിനി അവിടത്തേക്ക് പോകണമെങ്കിൽ ഇതിനിടയിൽ കൂടി, ഈ പാലസിൻ്റെ ഇടയിൽ കൂടി വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പാലസ് ഉള്ള കാര്യം പോലും നമുക്ക് അറിയില്ലായിരുന്നു. കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. നമ്മൾ പാലസിൻ്റെ അകത്തോട്ട് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ പാലസ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കലാകാൻ പറ്റാമെന്ന് തോന്നുന്നു, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റൊന്ന് കറങ്ങി കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല കാമായിട്ടുള്ള സ്ഥലം, കാമാൻ കൂളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ വന്നിരിക്കാം, ഒരു മടുപ്പും തോന്നില്ല കേട്ടോ. അത്ര നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ പാലസിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1936 കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് 1938 അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് കേട്ടോ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ പാലസിൻ്റെ സൈഡിലേക്ക് കൂടി തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് നൈറ്റ് വ്യൂസ് ആണ് കേട്ടോ ഈ കാണുന്നത്. വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പാലസിനോട് ചേർന്നിട്ട് തന്നെ മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നത് റിയാദ് മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ കാണിച്ചാൽ ഞാൻ മറ്റൊരു വീഡിയോ ഷെയർ ചെയ്യാം. റിയാദിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ പാലസും, ഈ മുറബ പാലസ്, അതുപോലെ തന്നെ ഈ മ്യൂസിയം, പിന്നെ ഇതോട് ചേർന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, പിന്നെ ഈ വീക്കെൻഡൊക്കെ ആയാൽ പിന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതുപോലെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയും പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക, പിന്നെ ഫുഡ് പാകം ചെയ്ത് കഴിക്കുക, ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ലൈഫ്. എത്ര നേരം വേണമെങ്കിലും ഇവരിങ്ങനെ ഇരുന്നോളും കേട്ടോ, എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കുകയും അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ലൈഫ്. നമ്മൾ ചങ്ങാടെന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കയറ് കെട്ടിയിട്ട് ആ പലകേൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പോവാണ് കേട്ടോ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ.
വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.